പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തെങ്ങിന് ഏറ്റവും അനുയോജ്യമായ ജലസേചന രീതി എന്താണെന്ന്. തടം എടുത്ത് അതിൽ ചാലിലൂടെ വെള്ളം പായിച്ച് തെങ്ങിൻ്റെ കടയ്ക്ക് നനയ്ക്കുന്ന പരമ്പരാഗത ജലസേചന രീതിയുണ്ട്. ഇതുകൂടാതെ ഇതുപോലെ സ്പ്രിംഗ്ലർ ഉപയോഗിച്ചും നമുക്ക് തെങ്ങിന് ജലസേചനം നടത്താം. കൂടാതെ ഏറ്റവും ആധുനികമായിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ, കണിക ജലസേചനം, അതുപയോഗിച്ച് നമുക്ക് ജലസേചനം നടത്താനായിട്ട് കഴിയും. ഈ 3 ജലസേചന രീതികളും വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കണിക ജലസേചനമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണിക ജലസേചനത്തിൽ നമുക്ക് തെങ്ങിൻ്റെ കടയ്ക്ക് ഒരു തെങ്ങിന് ആവശ്യമായ മാത്രം വെള്ളം ആ തെങ്ങിൻ്റെ കടയ്ക്ക് വീഴ്ത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്പ്രിംഗ്ലർ ജലസേചനത്തിലും തടമെടുത്ത് ചാലിലൂടെ വെള്ളം പായിക്കുന്നതിലും ഇവിടെ കാണുന്ന പോലെ ധാരാളം കള തെങ്ങിൻ്റെ ചുറ്റും അല്ലെങ്കിൽ തെങ്ങിൻ്റെ ഇടയിലുള്ള സ്ഥലത്തും വന്ന് കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം തെങ്ങിൻ്റെ ഇടയിലുള്ള എല്ലാ പ്രദേശവും നനയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ജലസേചന രീതി സാധാരണഗതിയിൽ തെങ്ങിൻ്റെ ഇടവേളയായിട്ട് വേറെ ഏതെങ്കിലും കൃഷി മൊത്തം സ്ഥലത്ത് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് നനയ്ക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല.